അതായത് ഞാൻ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ തുടങ്ങണം അന്ന് മുതലുള്ള ആളാണ്. അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു മീറ്റിംഗ് പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. പക്ഷേ എനിക്ക് അതിനകത്തുള്ള കുറച്ച് നിലപാടുകളോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇര എന്ന് പറയപ്പെടുന്ന കുറച്ച് പേരും ആരോപിക്കപ്പെടുന്ന കുറച്ച് പേരും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ പറയുന്ന രണ്ട് നിലപാടിനോട് യോജിപ്പില്ല. എൻ്റെ ഇഷ്ടത്തിന് ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ അതിൽ നിന്ന് റിയാക്ട് ചെയ്യാതെ കുറേ നാളിന് ശേഷം റിയാക്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ അങ്ങ് പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് കുറ്റമായിട്ട് എന്താ കാര്യം? അതുപോലെ ഏറ്റവും വലിയ തെറ്റായൊരു പ്രവണതയാണ് ആണുങ്ങളുടെ മുഖം കാണിക്കുക, പെണ്ണുങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല. ഈ ആണുങ്ങൾക്ക് ഭാര്യയില്ല, അത് പെണ്ണല്ലേ. ഒരുമിച്ചാണല്ലോ അവർ പോയതും ഈ സുഖമായിട്ട് നടന്നതും. പിന്നെ എന്തിനാണ് രണ്ടുപേർക്കും തുല്യമായിട്ട് കാണിച്ചു കൊടുക്കണം ഇതായിരുന്നു എന്നുള്ളത്? അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സിനിമാ ജീവിതത്തിൽ ഒരു മോശം അനുഭവം പ്രിയങ്ക ചേച്ചിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂവിലും. എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫീൽഡിൽ നിന്നത്. അഭിനയിച്ചുകൊണ്ട് ഈ രാത്രി എനിക്ക് ആരെങ്കിലും എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയാണ്, ഇങ്ങനെ ഉണ്ടായാലേ ഇവിടെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടിയും ബാഗ് എടുത്ത് ഞാൻ പോയിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ 2 അടിച്ചിട്ടായിരിക്കും മുട്ടിയിട്ടുണ്ടാവുക. പിറ്റേ ദിവസം അവർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ പോയി കുട്ടി വന്നിട്ട് നീ പോടാന്ന് പറയണേക്കാളും തുറക്കായിരുന്ന പോരെ. അങ്ങനെ സിറ്റുവേഷൻ ഒക്കെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൊടുക്കേണ്ടവന് ഞാൻ തല്ലും ചെയ്യും. എനിക്കൊരു പേടിയില്ല. അമ്പലത്തില് ഷക്കീല മാഡത്തിനെ കൊടുന്നൊരു അതെങ്ങനെയാണ് ആ ഒരു ധൈര്യം കിട്ടിയത്? എന്തുകൊണ്ട്? അവരൊരു സ്ത്രീയല്ലേ. അവരൊരു പടത്തിൽ അങ്ങനെ അഭിനയിച്ചതെന്ന് വെച്ചാൽ അവർ സ്ത്രീ അല്ലാതിരിക്കുമോ? അവരുടെ ജോലി അവർ ചെയ്തു, അവർ പോയി. പിന്നെ അതിനേക്കാൾ അപ്പുറം ചെയ്യുന്ന എത്രയോ ആൾക്കാർ നടക്കുന്നുണ്ട് ഇന്ന് ലോകത്തിൽ ഒരു കുഴപ്പമില്ലാതെ. ഷക്കീലിനെ കൊടുന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇത് വലിയ റിസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നത്? ഒരുപാട് പേര് എതിരഭിപ്രായം പറഞ്ഞവരൊക്കെ മാറ്റി പറഞ്ഞു. കാരണം അവരുടെ സ്പീച്ച് ആ സമയത്ത് അവർ സംസാരിച്ച വാക്ക് എന്താണെന്ന് അറിയോ? ഇത്രയും ഞാനൊരു മുസ്ലിമാണ്, ഷക്കീൽ മുസ്ലിമാണ് ആയിട്ട് പോലും എന്നെ ഈ അമ്പലത്തിൽ കയറ്റി എന്നെ ഈ തന്ന ഈ ബഹുമാനവും എൻ്റെ ഈ അംഗീകാരവും ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ സൂപ്പർ ജിമിനിയുടെ വിശേഷങ്ങളുമായി ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ സ്വന്തം പ്രിയങ്ക ചേച്ചിയാണ്. പ്രിയങ്ക ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്താണ് സൂപ്പർ ജിമിനിയുടെ വിശേഷങ്ങൾ? സൂപ്പർ ജിമിനിയുടെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കുടുംബചിത്രം ഫാമിലിയായിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു പടം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു പടം. ഓക്കെ, ഇതിൽ നമ്മളിപ്പോൾ ഇന്റർവ്യൂ ചെയ്ത ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്റർവ്യൂ എല്ലാവരും പറയുന്ന ഒരേപോലെ പറയുന്ന ഇന്റർവ്യൂ ചെയ്തവരും ഈ സിനിമയെ കുറിച്ച് അറിയാവുന്നവരും പറയുന്നത് ഇത് എന്തായാലും ജനങ്ങളിൽ എത്തേണ്ട ഒരു സിനിമയാണെന്നാണ്. എന്താണ് അങ്ങനെ അത്രമാത്രം ഇത്ര ഉറപ്പിച്ച് പറയാനുള്ള ഒരു കാരണം എന്താണ്? കാരണം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലെല്ലാം മാറി. പഴയ കാലത്തുള്ള ഞങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ ലൈഫ് സ്റ്റൈലല്ല, എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള കുട്ടികളുടെയൊക്കെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറി അവരൊക്കെ വേറെ ലോകത്തിലേക്കായി തുടങ്ങി. അപ്പോൾ അതിന് ഈ പടത്തിനകത്ത് അതിനുള്ള കുറച്ച് ഇപ്പോൾ ഈ പറയുന്ന ലഹരി അത് സംബന്ധിച്ചൊരു പടമാണിത്. ഒരു 14-15 വയസ്സായ ഒരു പെൺകുട്ടി നാട്ടുപ്രദേശത്ത് വരെ ഈ ലഹരി എത്തിത്തുടങ്ങി ഉള്ള ഒരു തീമാണ് ഈ പടത്തിലുള്ളത്. അത് നമ്മുടെ കുട്ടികൾ കാണേണ്ട പടം തന്നെയാണ്. പേരൻസും കാണണം. കാരണം കുട്ടികൾ എന്തുകൊണ്ടാണ് ഇതുപോലെ ലഹരിക്ക് പോകുന്നതെന്ന് പേരൻസും കൂടെ അറിയണം. പുതിയ ജനറേഷൻ കുട്ടികളുടെ ലൈഫ് സ്റ്റൈലും അവരുടെ അച്ഛനമ്മമാരുടെ ലൈഫ് സ്റ്റൈലും രണ്ടാണ്. ഒരിക്കലും അച്ഛനമ്മമാർക്ക് അറിയുന്നില്ല മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെങ്ങോട്ടാണ് പോകുന്നത്. കാരണം ഇതൊക്കെ അവരുടെ പഠനത്തിൻ്റെയും മറ്റു ഭാഗമാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എവിടെ ഒരു കണക്ഷൻ പോകുന്നുണ്ട് പാരൻസും കുട്ടികളും തമ്മിൽ. ആ ഒരു കണക്ഷൻ ഇതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പടത്തിൽ ഉണ്ട്. ആ കുട്ടിക്ക് അറിയപ്പെടുന്നുണ്ട്. ഞാൻ ഫുൾ മൂവി കണ്ട ആളല്ലേ. എൻ്റെ അറിവ് വെച്ചാൽ ആ കുട്ടി ഇതിനകത്ത് അറിയുന്നുണ്ട് അമ്മയ്ക്ക് സുഖമില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് സീമാജി നായരാണ് അമ്മയുടെ അങ്ങനെ റിലേറ്റഡ് ആണ് ഈ പടം. അപ്പോൾ ചോദിച്ചാലൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമ്മുടെ മക്കൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ കല്യാണം കഴിഞ്ഞവരെങ്കിലും അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മക്കളുണ്ട്. ഇന്ന് 18-19 വയസ്സാകുമ്പോഴേക്കും കുട്ടികളുടെ ചിന്ത എനിക്ക് UK പോയി പഠിക്കണം, എനിക്ക് അവിടെ പോകണം. എൻ്റെ മക്കളൊന്നും നമ്മുടെ കൂടെ ഇല്ല. തീർച്ചയായും നമുക്ക് ആ ഒരു 18 വയസ്സ് വരെ കാലയളവെങ്കിലും അവർ നമ്മുടെ കയ്യിൽ ഒതുക്കി പിടിക്കുകയല്ല വേണ്ടത്. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് എന്താണ് പ്രോബ്ലം, അവർക്ക് എന്തെങ്കിലും പ്രശ്നം നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടോ, എന്താണ് പ്രോബ്ലം എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള സ്നേഹം കൊടുക്കുക വേണ്ടത്. എൻ്റെ അഭിപ്രായം അതാണ്. അങ്ങനെ സ്നേഹം കൊടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ പുറത്ത് പോയി 18 വയസ്സ് കഴിഞ്ഞ് എൻ്റെ മോൻ ഇംഗ്ലണ്ടിൽ പോയി പഠിക്കുകയാണ്, എനിക്ക് പുറകെ പോയി നോക്കാൻ പറ്റുമോ? നമ്മളെങ്ങനെ അറിയും ഈ മക്കൾ എന്ത് ചെയ്യുന്നെന്ന്? നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ് അവരൊക്കെ. കാരണം മറ്റേന്ന് പറഞ്ഞാൽ 10-30-28 വയസ്സെങ്കിലും ആമ്പിള്ളേർ കല്യാണം കഴിക്കുന്ന ഒരു മക്കൾ അമ്മയുടെ അച്ഛൻ്റെയും കൂടി ഉണ്ട്. ഇന്ന് ആരോ ഉള്ളത്? അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട് നിൽക്കല്ലേ. കല്യാണം കഴിച്ച ഭാര്യ ആക്കിക്കോ. ഇപ്പം ഭാര്യ ആക്കുന്നില്ലല്ലോ. വൈഫും ജോലിക്കാരിയാണ്. മോനൊറ്റയ്ക്കല്ലേ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണ്ടെന്ന് അച്ഛനും അമ്മയും പറയുമോ? പറ്റുമെങ്കിൽ ഒരു നല്ലൊരു സെർവൻ്റ് വെച്ച് കൊടുക്കും അച്ഛനും അമ്മയെ നോക്കാൻ. ഇല്ലേ? ഞാൻ നാളെ ഫേസ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. എനിക്കൊരു മോനേ ഉള്ളൂ. അവനിപ്പോൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. കാരണം നമുക്കറിയാം അവൻ്റെ പഠിപ്പ്. ഇപ്പോൾ കുട്ടികളൊക്കെ ചിന്തിക്കുന്ന ഹൈയിലാണ്.
അതെ. ഇനി ഹൈ പോയി പഠിച്ചു വന്നിട്ട് വണ്ടി ഓടിച്ചെടുക്കുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. യൂബർ ഓടിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു പുറത്ത് പോയി പഠിച്ചിട്ട് എന്തായി മോനെ? ഓ അത് സെറ്റായില്ലേ ചേച്ചി. എന്നിട്ടോ ഞാൻ രാത്രി യൂബർ ഓടിക്കുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ആ പേരൻസ് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ആ മക്കളെ വിട്ടിട്ടുണ്ടാവുക. കാലം ഒരുപാട് മാറി, നമുക്ക് ആരും ഇനി പിടിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളതായി മക്കളെ ഒന്നും ഇല്ലേ. പണ്ട് മക്കൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും പെൺകുട്ടികളാണ് ഇത്ര വയസ്സ് വരെ കൂടിയുണ്ടാവും. ഇത് പെൺകുട്ടികൾക്കും 18-19 വയസ്സാകുമ്പോൾ അവർ നഴ്സിങ്ങിൽ അവിടെ പോകണു, അയർലൻഡിൽ ഇപ്പോൾ പഠിക്കണം, എനിക്ക് അമേരിക്ക പോകണോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വിട്ടില്ലെങ്കിലോ? ഞങ്ങളുടെ പഠിത്തത്തിൽ രക്ഷാകർത്താക്കൾ തടസ്സം ചെയ്തു, ഞങ്ങളെ ഉയർച്ചയിലേക്ക് വിട്ടില്ല. അവിടെ തൊട്ട് എല്ലാത്തിനും അവരായിരിക്കും കാരണക്കാർ. അപ്പം അതുകൊണ്ട് മക്കളുടെ ഇഷ്ടങ്ങൾക്ക് കുറേ വിടുന്നതിനൊപ്പം അവരുടെ വിഷമങ്ങളോ മാനസികാവസ്ഥയോ നമ്മൾ സ്റ്റഡി ചെയ്യാൻ കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. മക്കൾക്ക് വേണ്ടി എന്തായാലും ചെയ്യണം. ഉറപ്പ്. എന്തായാലും ഈ സിനിമ നല്ലൊരു മെസ്സേജ് തന്നെയാണ്. ഈ സിനിമയിൽ അങ്ങനെ ഒരു മെസ്സേജ് കിട്ടും. അത് ഈ കുട്ടികൾക്കും ഒരു അവയർനെസ് ആണ്. കുട്ടികൾക്കും അതെ, പേരൻസിനും ഫ്രണ്ട്സിനും. ഈ ഫ്രണ്ട് സർക്കിളാണ് ഈ കുട്ടികളെ മുഴുവൻ പുറത്തും അല്ലേ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ഒരു എന്താ പറയുക ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളല്ല. അറ്റ്ലീസ്റ്റ് വൈൻ പോലും ഞാൻ കുടിക്കില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് മുഴുവൻ എല്ലാം കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാണ് പ്രിയങ്കേച്ചി. ഇപ്പോൾ ഈ പറയുന്ന പോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ എന്നിട്ടും അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇല്ല, അതെൻ്റെ തീരുമാനത്തിൽ നിന്ന് ഇനി ഏതാൾ വന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കില്ല. ഇല്ല. പക്ഷെ ഞാൻ അവരുടെ കൂടെ അവർ 5 മണി വരെ ഇരുന്നാൽ ഞാൻ വേണമെങ്കിൽ പിറ്റേ ദിവസം 10 പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം 5 മണി വരെ ഞാൻ ഇതേ നിപ്പ് ഞാൻ നിൽക്കാം ഉറങ്ങാതെ. എനിക്ക് ലഹരി വേണ്ട. എൻ്റെ ലഹരി എന്ന് പറയുന്നത് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ സാറ്റിസ്ഫാക്ഷൻ, എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ്. അത് കുടിച്ചൊന്നും എനിക്ക് വരുത്തേണ്ട കാര്യമില്ല. ഞാൻ എൻ്റെ ദുഃഖങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ അത്ര ദുഃഖമുള്ള ആൾക്കാർ ഈ ലോകത്തുണ്ടോയെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. കാരണം അത്ര ദുഃഖിച്ച് അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. 20 വർഷം ഒരു കേസ് നടത്തി, 20 വർഷം എൻ്റെ നല്ല ലൈഫ് പോയി. പക്ഷെ ഞാൻ ആ ലൈഫ് പോയതായിട്ട് എനിക്കില്ല. ആ 20 വയസ്സിന് പുറകിലാണ് ഞാൻ ഇപ്പം നിൽക്കണേ. ഞാൻ ഫൈറ്റ് ചെയ്യും, ഞാൻ തീരുമാനിക്കും. ഞാൻ അയ്യോ പനിയാണ്, എനിക്ക് ഇന്നത്തെ ദിവസം ഇവിടെ കിടന്നേ പറ്റുമെന്ന് ഞാൻ തീരുമാനിച്ച് അവിടെ കിടക്കും. ഞാൻ പറഞ്ഞ പനി പോയി പണി നോക്കട്ടെ, ഞാൻ പോകാന്ന് പറഞ്ഞാൽ ഞാൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടാവും. ഞാൻ നടന്നില്ലെങ്കിൽ എനിക്ക് അവിടെ കിടക്കണം. ആ അവസ്ഥ 3 ദിവസം തുടരും. എൻ്റെ 3 ദിവസം വെറുതെ പോവും അല്ലേ, ക്ഷീണമായി. പിന്നെ ചിലപ്പോൾ കാലുവേന വന്നു, ഈ കാലുവേന കൊണ്ട് അനക്കാൻ പറ്റുമോ? അനക്കി തന്നെ നടന്നു നോക്കും, പോയാൽ പോട്ടെ എന്ന് വിചാരിക്കണം. ആ ഒരു കോൺഫിഡൻറ്റ് നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. ഇപ്പം നേരത്തെ പറഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും ധൈര്യമായിട്ട് തുറന്നു പറയുന്ന ഒരാളാണ് പ്രിയങ്കേച്ചി. പല കാര്യങ്ങൾക്ക് അഭിപ്രായങ്ങൾ വ്യക്തിപരമായിട്ട് എന്ത് മനസ്സിൽ തോന്നുന്ന അഭിപ്രായം ആരുടെയും മുഖത്ത് നോക്കി പറയുന്ന ഒരാളാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പലരുടെയും കമൻറ്റുകൾ, ഭയങ്കര മോശമായിട്ട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുന്ന. ഇതിൻ്റെ അടിയിലുണ്ട് അടിച്ച സാധനം മാറിപ്പോയതായിരിക്കും, കഴിച്ചതായിരിക്കും. ഇങ്ങനെ കാണുമ്പോൾ ദേഷ്യം മുന്നില്ലേ? എന്ത് ദേഷ്യം? ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഇപ്പോഴും പറയും, നിങ്ങളെ ഇന്റർവ്യൂ കൂടെ എനിക്ക് പറഞ്ഞ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റുള്ളൂ. എന്നെ ആരങ്ങനെ നെഗറ്റീവ് കമൻറ്റ് എഴുതിയിട്ടുണ്ടോ അത് വായിച്ച ഒരു നിമിഷം ഞാൻ എൻ്റെ മനസ്സൊരുക്കി അവനെ പ്രാഗിയിട്ടുണ്ടാവും. നീ ഒട്ടുക്കത്തെ നീ ഒരിക്കലും നന്നാവില്ലെന്ന്. അത് ഈ നിമിഷം ഞാൻ പറയണം. അത് കിട്ടും. കാരണം അറിയോ, നമ്മൾ ചെയ്യാത്ത കാര്യം മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അവരാ. ഞാൻ എന്താന്നുള്ള അവനെ ഒരു ദിവസം എൻ്റെ അടുത്ത് സംസാരിച്ച് അവന് മനസ്സിലാവും പ്രിയങ്ക ചേച്ചി എന്തായിരുന്നു. അത് മനസ്സിലാക്കാത്തവൻ പറയുമ്പോൾ അവന് നമ്മൾ പ്രാകാനേ പറ്റൂ. എനിക്ക് അവനെ പോയി തല്ലാൻ പറ്റുമോ? അവനെ 4 തെറി അതിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എൻ്റെ മനസ്സിൽ ഞാൻ പ്രാഗി ഏൽക്കുന്നു, എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴും ഞാൻ പറയാം പ്രാഗു, ഞാൻ ഉറപ്പായിട്ടും മനസ്സുരുകി പ്രാഗും. ഞാൻ ആ കമന്റ് വായിച്ചാൽ ഞാൻ പ്രാഗിയിരിക്കും. എനിക്ക് ആരുടെയും അനുവാദം വേണ്ട അതിന്. കാരണം ഇല്ലാത്തത് ഇനി ഉള്ള കാര്യം എന്നെ പറയട്ടെ, ഞാൻ സ്വീകരിക്കാൻ ഞാൻ അംഗീകരിക്കും. എൻ്റെ തുറന്നു പറയണ എൻ്റെ കാര്യം എന്താ അറിയോ, വ്യക്തമായിട്ട് എനിക്ക് നിലപാടുണ്ട്. ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല. ചെയ്ത കാര്യം പറഞ്ഞോട്ടെ ശരിയാട്ടോ പറ്റിപ്പോയി എന്ന് പറയാനുള്ള ഇതും എനിക്കുണ്ട്. രണ്ടും എനിക്കുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കും. ഒരാൾ തല്ലിയിട്ട് തന്നെ പോയി, ഇന്നിപ്പോൾ ഞാനും താങ്കളും കൂടെ വഴക്കുണ്ടായി, ബഹളം ഉണ്ടായി, നിങ്ങൾ പോയി ഇനി മിണ്ടില്ല. നമ്മൾ ഭയങ്കര അത്രയും തെറിയും ചീത്ത പറഞ്ഞാലും മിണ്ടുവോ? തല്ലിയ മിണ്ടുവോ? ഞാൻ അങ്ങനെയല്ല. പിറ്റേ ദിവസം കണ്ടാ എന്തുണ്ട് സുഖമല്ലേ എന്ന് ചോദിക്കും. എൻ്റെ കഴിഞ്ഞു. കാരണം എന്താ അറിയോ, ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. ഏത് നിമിഷം നമ്മുടെ ജീവിതം തീരാം. ഒരു അറ്റാക്ക്, ഇപ്പം എല്ലാവർക്കും അറ്റാക്ക് ഉള്ളതാണ്. എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ്, നമ്മുടെ ലൈഫ് പഴയ പോലെയല്ല. ഈ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡും അത് ഇതൊക്കെ കഴിച്ച് നമ്മളെ നേരെ ഉറക്കം മര്യാദയ്ക്കില്ല. എല്ലാം കൊണ്ടും നമ്മളെല്ലാവരും ജീവിതം മാറ്റി. ഏത് സെക്കൻഡ് നമുക്ക് എന്തും സംഭവിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? എന്തിനാ വെറുതെ തല്ലിയെങ്കിൽ തല്ലി, അതവൻ മോളിയും ദൈവം ചോദിക്കും, ദൈവത്തിനോട് ദൈവമേ വിചാരിച്ചേക്കുക. പിന്നെ അവനെ കാണുമ്പോൾ സന്തോഷമായിട്ട് സംസാരിക്കുക. അവൻ തന്നെ തോന്നും ഈ പെണ്ണുമ്പിളിക്ക് എന്താ ആയിക്കോട്ടെ വിചാരിച്ചോട്ടെ, എനിക്ക് ഭ്രാന്താന്ന് വിചാരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അവരോടൊന്നും പിണങ്ങിയിരിക്കാൻ പറ്റില്ല. എനിക്ക് ആരും പിണങ്ങിയ സുഹൃത്തുക്കളില്ല. കമന്റ് ഇട്ടാൽ ഞാൻ ഉറപ്പായിട്ടും പറയും, അത് അവന് കിട്ടും ചെയ്യും. കിട്ടിയിട്ടുമുണ്ട്. കിട്ടിയ അനുഭവം വന്നാൽ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചേച്ചി സോറി കേട്ടോ ചേച്ചി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. കാരണം
അവനറിയാം ഞാൻ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഞാൻ നല്ലത് ചെയ്തോട്ടെ, അവള് പേരെടുക്കാൻ വേണ്ടി ചെയ്യുന്നതെന്ന് പറയും. അതെ, ഈ ഇപ്പൊ കമന്റുകൾ നോക്കി ഇപ്പൊ ചേച്ചി ഇപ്പൊ എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്, എടുക്കേണ്ട രീതിയിൽ എടുക്കുമെല്ലാം, അത് പറയേണ്ടത് വ്യക്തമായിട്ട് പറയും. ചുറ്റുമുള്ള ആളുകൾ, ഫാമിലി ആയിക്കോട്ടെ, എല്ലാവരും അവർക്ക് ഇതൊക്കെ ഒരു വിഷമമാവാറുണ്ടോ? അതാണ് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ വേദനയുള്ളത്. കാരണം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ ഫാമിലി ചിന്തിക്കുക. അവർക്കിത് കാണുമ്പോഴും കേൾക്കുമ്പോഴും അവർക്കുള്ളൊരു വിഷമം, അതിന് മാത്രമേ എനിക്കൊരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഫീൽഡിൽ നമ്മൾ അറിയപ്പെടുന്നതുകൊണ്ടാണ് അവരിത് അനുഭവിക്കേണ്ടി വരുന്നത്. അത് നമുക്ക് മാറ്റിമറിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ആൾക്കാർക്കറിയാം ഞാൻ എന്താണെന്നും ഞാൻ പുറത്തു പോയ ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ അല്ലാതെ വരുന്ന അലിഗേഷൻസ് കേൾക്കുമ്പോൾ സാധാരണ മനുഷ്യന്മാരാണ്, എൻ്റെ ഫാമിലിയൊക്കെ സാധാരണ ആൾക്കാരാണ്, അവർക്കൊക്കെ മനസ്സിന് വിഷമം ഉണ്ടാവും. അത് മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ, അത് മാത്രമേ എൻ്റെ മനസ്സിനുള്ളൊരു വേദനയുള്ളൂ. ബാക്കിയൊന്നും എനിക്കില്ല. കാരണം എന്താ പറയുക, ഞാൻ എവിടെ പോയാലും എന്ത് ചെയ്താൽ എനിക്ക് നല്ലൊരു സ്റ്റാൻഡുണ്ട്, ഞാൻ അത് വിട്ട് ഞാൻ ഇന്ന് വരെ ഒരിടത്ത് നിന്നിട്ടില്ല, നിൽക്കില്ല. ഞാൻ പറഞ്ഞ റോട്ടിൽ തെണ്ടിയിരുന്നാൽ പോലും ഞാൻ ആ കാര്യങ്ങൾക്ക് ഞാൻ പോവില്ല. എൻ്റെ തീരുമാനമാണ്. സിനിമയിൽ വർക്കില്ലേ, വേണ്ട, ഞാൻ സീരിയൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ, അതും ജോലിയല്ലേ. നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും നല്ലത്. ഞാൻ രാത്രി 5 മണി വരെ ചിലപ്പോൾ പുറത്തിറങ്ങി നടന്നിട്ടുണ്ടാവും, കാണാൻ വേണ്ടി റോട്ടിൽ കൂടെ പോയിട്ടുണ്ടാവും. നിങ്ങൾ കാണണം എറണാകുളം ടൗൺ എന്താണെന്നുള്ളത്. 5 മണിക്ക് നിങ്ങൾ സ്ഥലത്ത് പോയി നോക്കുക, അവിടെ ഇല്ലാത്ത പെമ്പിള്ളേരും ആമ്പിള്ളേരും ഇല്ല. എൻ്റെ മോളുടെ പ്രായമുള്ള കുട്ടികൾ വരെ, എനിക്ക് എൻ്റെ മോന് 15 വയസ്സ്, അതുപോലെ അവിടെ ഉണ്ട്. അവരൊക്കെ നടപ്പ് കണ്ടാൽ നമ്മളൊക്കെ വല്ല കെണ്ടി ചാടി ചാവേണ്ട സമയം കഴിഞ്ഞു. കാരണം ഇപ്പോഴത്തെ ലൈഫൊക്കെ മാറി, എല്ലാം മാറി. ഞാൻ ചായ കുടിക്കാൻ പോയതായിരിക്കും, പക്ഷെ അവർ പോണത് വേറെ എന്തിനായിരിക്കും. ആ വൈബിലാണ് അവർ ജീവിക്കുന്നത്. നമ്മളിത് കണ്ട് അന്തം വിട്ട് നിൽക്കുക. പിന്നെ അപ്പോൾ പ്രിയങ്ക ചേച്ചിനെ നടക്കണം, അവൾ നല്ല സെറ്റാ, അങ്ങനെ ചിന്തിക്കൂ. ആ ചിന്തിക്കുന്നവരുടെ മനസ്സല്ല എനിക്ക് വേണ്ടത്, എൻ്റെ മനസ്സിൻ്റെ സന്തോഷം ഞാൻ നോക്കണത്. ഞാൻ അവിടെ പോയിരുന്ന ഒരു ചായ കുടിക്കുമ്പോൾ എനിക്കൊരു സുഖമുണ്ടല്ലോ, അത് ഞാൻ അനുഭവിക്കുന്നു. മറ്റുള്ളവർ പറഞ്ഞോട്ടെ. ഇതിൽ ഏറ്റവും വലിയ കാര്യം ഇപ്പോൾ നല്ല അമ്പലവും ഭക്തിയും എല്ലാം നല്ല രീതിയിൽ ഉണ്ട്, ദൈവത്തിൽ നല്ല രീതിയിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞു ഞാൻ അതിൻ്റെ ഒരു അർത്ഥം അതിപ്പോഴും ഞാൻ പറഞ്ഞേൽക്കും. ഞാൻ അതിലൊരു കാര്യം പറഞ്ഞത്, നമ്മൾ ആ ഒരു കാര്യത്തിലും അത്ര ഇത് നിന്നിട്ട് ചങ്കുറപ്പോടെ അമ്പലത്തിൽ ഷക്കീല മേഡത്തിന് കൊടുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ കോഴിക്കോട് ഒരു മോളില് ഷക്കീല വന്നപ്പോൾ അങ്ങോട്ട് കയറ്റിയില്ല, ഇവരെ അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു സമൂഹത്തിൽ തന്നെയാണ് അമ്പലത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ എന്നിട്ട് ധൈര്യമായിട്ട് കൊണ്ടുവന്നത്, അതെങ്ങനെയാണ് ആ ഒരു ധൈര്യം കിട്ടിയത്? വെണ്ണല അമ്പലത്തിൽ ഷക്കീല കൊണ്ടുവരുന്ന പറയുന്നത് അവിടുത്തെ വെണ്ണല നന്ദകുമാർ എന്ന് പറഞ്ഞ നന്ദേട്ടനാണ് കൊണ്ടുവരുന്നത് ആർട്ടിസ്റ്റുകളെയൊക്കെ. എന്തുകൊണ്ട്? അവരൊരു സ്ത്രീയല്ലേ, അവരൊരു പടത്തിൽ അങ്ങനെ അഭിനയിച്ചതെന്ന് വെച്ചാൽ അവർ സ്ത്രീ അല്ലാതിരിക്കുമോ? അവരുടെ ജോലി അവർ ചെയ്തു, അവർ പോയി. പിന്നെ അതിനേക്കാൾ അപ്പുറം ചെയ്യുന്ന എത്രയോ ആൾക്കാർ നടക്കുന്നുണ്ട് ഇന്ന് ലോകത്തിൽ, ഒരു കുഴപ്പമില്ലാതെ. ഇപ്പം തന്നെ ഇപ്പോൾ ഒരു വധക്കേസിൽ ശിക്ഷ വന്നു, ആ കുട്ടി എന്താ വധശിക്ഷ എങ്ങാണ്ട് വന്നു, ഗ്രീഷ്മ. എന്തിന് ഇത്ര നീട്ടിക്കൊണ്ടുപോകുന്നത് വധശിക്ഷ? സ്പോട്ടിൽ ചെയ്യണ്ടേ? എന്താ ചെയ്യാത്തത്? ആ മരിച്ചുപോയ ആ കുട്ടിയുടെ അമ്മ എന്തുമാത്രം വിഷമിക്കേണ്ട, ആൺകൊച്ചിൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ടിട്ട് ആൺകൊച്ചിനെ വളർത്തിണ്ടാവുക. എൻ്റെ മോനെ വളർത്തിയ പോലെ തന്നെ അല്ലേ മോനെ വളർത്തിയത്. പിന്നെ ഇതെങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്? ഹൈക്കോടതി കൊണ്ടുപോകാനോ, ഇനി വീണ്ടും ജാമ്യം കിട്ടാനോ, അവൾ പുറത്ത് പരോളിലിറങ്ങാനോ, എന്നിട്ട് വേറെ ആളെ കൊല്ലാനോ? എന്തിന്? ഞാൻ പറയണേ, നമ്മുടെ നിയമത്തിൽ കുറച്ച് മാറ്റം വരുത്തണം. 20 വർഷം എടുത്തു എൻ്റെ കേസൊന്നും ഞാൻ നിരപരാധിയാൻ തെളിയിക്കാൻ. നിസ്സാര കേസ്. ആ 20 വർഷം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാൻ എന്തുമാത്രം സഫർ ചെയ്ത്, എന്തുമാത്രം പൈസ പോയിട്ടുണ്ടാവും എൻ്റെ. ഓരോ തവണ കോടതി പോകണം, കാറ്, ഡ്രൈവർ, എൻ്റെ കാര്യങ്ങൾ എല്ലാം കൂടി 2-3 പേര് എൻ്റെ കൂടെ വരും തിരിവ്. എത്ര പൈസ എൻ്റെ നഷ്ടം വന്നിട്ടുണ്ട്. എന്തിന് 20 കൊല്ലം? ഈ കേസ് അതിന് മാത്രം വലിയ കേസാണോ? ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ പറ്റിയ കേസല്ലേ? എന്ത് തെളിവ് വേണമെന്ന് വെച്ചാൽ ചെയ്യാം. ഷക്കീലിനെ കൊടുന്നപ്പോൾ ആരെങ്കിലും പറഞ്ഞായിരുന്നോ ഇത് വലിയ റിസ്ക് ആണ് നിങ്ങൾ എടുക്കുന്നത്? ഒരുപാട് പേര് എതിരഭിപ്രായം പറഞ്ഞവരൊക്കെ മാറ്റി പറഞ്ഞു. കാരണം അവരുടെ സ്പീച്ച് അവർ സംസാരിച്ചപ്പോൾ ഞാനാണ് ഷക്കീലെ കൊണ്ടുവന്നപ്പോൾ കൂടെ കയറിയതും അമ്പലത്തിനടുത്ത് ആക്കണതും അവരെ തിരിച്ചു കൊണ്ടുവന്ന് റൂമിലാക്കണമൊക്കെ ഞാനാണ്. അതെ, ആ സമയത്ത് അവർ സംസാരിച്ച വാക്ക് എന്താണെന്ന് അറിയോ? എന്നെ ഇത്രയും, ഞാനൊരു മുസ്ലിമാണ്, ഷക്കീൽ മുസ്ലിമാണ് ആയിട്ട് പോലും എന്നെ ഈ അമ്പലത്തിൽ കയറ്റി എന്നെ ഈ തന്ന ഈ ബഹുമാനവും എൻ്റെ ഈ അംഗീകാരവും ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് എൻ്റെതായ പല എത്തിക്സ് ഉണ്ട്. അവരെത്ര കുട്ടികളെ വളർത്തുന്നുണ്ടെന്നറിയോ? വളർത്തുന്നില്ലേ? എത്ര പേരെ അവർ സഹായിക്കുന്നുണ്ടെന്നറിയോ? ഇവിടെയുള്ള പ്രമുഖരായ എത്ര പേര് ചെയ്യുന്നുണ്ട്? ആരൊക്കെ ചെയ്തെന്ന് പറയുന്നുണ്ട്. ചെയ്തെല്ലാം പത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വരാൻ വേണ്ടി ചെയ്യേണ്ടവരിക്കും. എനിക്കതിലൊന്നും വിശ്വാസമില്ല. ഷക്കീല ഒരു സ്ത്രീയാണ്, അവർക്ക് വരാം. ആർക്ക് വേണേൽ അമ്പലത്തിൽ വന്ന് തൊഴാം, അതൊന്നും തെറ്റല്ല.
അവരെ ദൈവം എല്ലാവർക്കും ഉള്ളതാ. അതെ, അവരെ ഒരുപാട് പേര് പറ്റിച്ചെന്ന് പറയാറുണ്ട് അവര്. അത് അവർ പറയുന്നുണ്ട്, പറയുന്നുണ്ട്. എന്താ ചെയ്യുക, അവരെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ കയറുമ്പോൾ തടയേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലൊരു രീതി വെച്ചിട്ടുണ്ട്, അന്യമതസ്ഥർ കയറരുതെന്ന്. അത് അവിടുത്തെ ദേവസ്വത്തിലുള്ള ഒരു ന്യായമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാതിരിക്കുക. ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും, അറിയാതെ കയറുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ അത് അവരുടെ ഒരു നിയമമല്ലേ. അതിനകത്ത് ഇപ്പോൾ ഷഗ്ഗൽ കയറുമ്പോൾ ഞാൻ പറയും അയ്യോ അത് വേണ്ടായിരുന്നു. അവിടെ ഒരു ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങനെ ഒരു ഇത്, യേശുദാസ് വരെ കയറാൻ പറ്റാത്ത അമ്പലമുണ്ട് ഇല്ലേ, അദ്ദേഹത്തിന്റെ പാട്ടിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അത് അമ്പലക്കാർ വെച്ചിരിക്കുന്നവർ നമ്മൾ യുദ്ധം ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള അമ്പലങ്ങൾ എല്ലാ ഇരിക്കുന്ന വിഗ്രഹങ്ങളും ഒരുപോലെയല്ലേ, അല്ല ദൈവത്തിന്റെ ശക്തി ഒന്നല്ലേ. അപ്പോൾ ഏത് അമ്പലത്തിലും കയറിയാൽ പോരെ. ഞാൻ ഉണ്ടായിരുന്നു അവരൊന്നപ്പോൾ. അതേപോലെ നമ്മുടെ ഇപ്പൊ പറഞ്ഞ ഒരു ദാസേരന്റെ കാര്യം പറഞ്ഞപ്പോ ഹരിവരാസനം, അയ്യപ്പൻ ഉറങ്ങുന്നത് ദാസേരന്റെ ശബ്ദം കേട്ടല്ലേ. അതെ അതെ. പക്ഷെ അവിടെ നമുക്ക് പല കാര്യത്തിലും റെസ്ട്രിക്ഷൻസ് അവിടെ എല്ലാ. ഇപ്പം ഞാൻ എന്നാൽ ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, മുസ്ലിം പള്ളിയിൽ നമുക്കൊന്ന് കയറാം, ഞാൻ കയറിക്കോട്ടെ, സമ്മതിക്കും അവർ? സമ്മതിക്കില്ലല്ലോ. മുസ്ലിം പള്ളി നമ്മളാരെയും അവിടെ കയറ്റുമോ? അതൊക്കെ ഓരോ വിശ്വാസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ബീറ്റ് ചെയ്യാൻ പോയിട്ട് കാര്യമില്ല. അത് അതിൻ്റെ പേരിന് വിട്ടേക്കുക. ഇപ്പൊ ശബരിമലയിൽ ഇത്ര വയസ്സ് കഴിഞ്ഞാലേ കയറണം, അത് അവരുടെ ഒരു നിയമമാണത്. പ്രായപൂർത്തി ഇത്രയാവണം എന്നൊക്കെ. അത് മാറ്റി നമ്മൾ അതിനെ തരണം ചെയ്യാൻ കയറുമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് തെറ്റാണ്. അതിനോടൊന്ന് യോജിക്കും. ഒരു വിഭാഗം ആളുകൾ അതിനു വേണ്ടിയിട്ട് അന്ന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇപ്പൊ ഗുരുവായൂർ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിലെത്താൻ പറ്റിയത്. അതേപോലെ ഇവിടെ മാറ്റങ്ങൾ വരണം തൊട്ട് അന്ന് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ടായിരുന്നു. അവരോട് എന്താ പറയാ? ന്യായമായ മാറ്റങ്ങളാണ് ഈ മാറ്റാം. ന്യായമല്ലാത്ത മാറ്റങ്ങൾ മാറ്റരുത്. അതൊരു നിയമമായിട്ട് തന്നെ നിൽക്കണം, പാലിക്കപ്പെടണം. അതാ ഞാൻ ചോദിച്ചേ, മറ്റുള്ള ജാതികളൊക്കെ എന്താ അവർ ചെയ്യുന്ന ഒന്നും നിയമമല്ലേ? അവരുടെ അടുത്തൊന്ന് ചെന്ന് നോക്ക്, നടക്കുമോ? നടക്കില്ല. അത് ഒരു അമ്പലങ്ങളിൽ ഓരോരോ മെത്തേഡ് അവർക്ക് ഉണ്ടാവും. ചോറ്റാനിക്കര അമ്പലം ആണിയടിക്കേണ്ട തെറിപ്പാട്ട് പാടുന്നുണ്ട്, ഇതൊക്കെ അവിടുത്തെ രീതിയാണത്. ഭരണി വരുമ്പോൾ നമുക്കത് തടയാൻ പറ്റുമോ? എത്ര പേര് തെറി കേൾക്കുന്നില്ല, കുട്ടികൾ കേൾക്കുന്നില്ലേ? തെറ്റല്ലല്ലോ അത്. അത് അവിടുത്തെ ഒരു അമ്പലത്തിന്റെ നിയമം അതാണെങ്കിൽ അത് പോട്ടെ. എന്തിനാ നമ്മൾ അവിടെ കുത്തി പിടിക്കാൻ പോണത്? ഒരു ഇതിൽ ഇപ്പൊ ഈ അടുത്തൊരു ഒറ്റ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി. ഈ അടുത്ത് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഒരു വലിയൊരു വിഷയം ഉണ്ടായത്. ഒരു സമാധിയായ ഒരു അച്ഛൻ്റെ ഒരു വലിയൊരു വിഷയം ഉണ്ടായത്. സമാധിയായതിനു ശേഷം അദ്ദേഹത്തിന് പുറത്തെടുക്കുകയും പോസ്റ്റ്മോർട്ടം ചെയ്യും, കുഴപ്പമില്ല, നോർമൽ ഡെത്ത് അന്ന് തിരിച്ചു വെക്കുകയും ചെയ്തത്. അന്ന് അവിടെ ഉണ്ടായ ഒരു 3-4 ദിവസം കൊണ്ടുണ്ടായ ഒരു വൻ കലഹമാണ് അവിടെ നടന്നത്. അതിലെന്താണ് അഭിപ്രായം? അതെന്താ സത്യാവസ്ഥ? ഇതാരെ പുറത്തു കൊണ്ടുവന്നത്? ആ കുടുംബം തന്നെയല്ലേ. അതെ, മരിച്ചുപോയ മര്യാദയ്ക്ക് അദ്ദേഹത്തെ കുഴിച്ചിട്ട് ബാക്കിയുള്ള ചടങ്ങ് ചെയ്ത് ഉണ്ടായിരുന്നാൽ പോരെ. എന്തിനിത് വിവാദമാക്കാൻ പോയത്? ആരാ? നമ്മൾ നാട്ടുകാരും ചെന്നോ? പോലീസ് എന്ന് അന്വേഷിച്ചോ? ഇല്ല. ആരാ ഉണ്ടാക്കിയത്? അവരൊരു പോസ്റ്റർ പുറത്തിറക്കി, സമാധിയായിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എന്തിനു വേണ്ടിയായിരിക്കും ചിന്തിക്കുക. ഞാനായിട്ട് പറയുന്നില്ല, ചിന്തിക്കുക. നമ്മളാണ് നമ്മളെ തന്നെ ഇതാക്കാൻ നോക്കണത്. അതിൻ്റെ ആവശ്യമുണ്ടോ? അദ്ദേഹം സമാധിയായി മരിച്ച ഒരാളെ ഇനി അഥവാ സംശയം ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് അത് ക്ലിയർ ചെയ്ത് അടയ്ക്കാൻ പോരെ. ഈ ജനങ്ങൾ മുഴുവൻ കഴിച്ച് ഇത് മുഴുവൻ വലിയൊരു നാടകമാക്കി, ഇത് വലിയൊരു സംഭവമാക്കി, പോസ്റ്റ്മോർട്ടത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് അറിയണവരെ ഇത്രയും ഇതുണ്ടാക്കിയിട്ട് ഇനി എന്താ ചിലപ്പോൾ അദ്ദേഹത്തെ വെച്ചൊരു അമ്പലം പണിയായിരിക്കും. അടുത്ത സ്റ്റെപ്പ് അതായിരിക്കും. ഇത്രയും ഇങ്ങനെ സമാധി അയാളല്ലെന്ന് ആയിരിക്കാം. എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും വലുതായിട്ട് പഠിക്കുന്ന ആളല്ല. ഞാൻ ഈ വശത്തോട്ടൊന്നും നോക്കാറേ ഇല്ല. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റോ കാര്യങ്ങളൊന്നും നോക്കി അതിന് അഡിക്റ്റ് ആവുന്ന ആളല്ല. നോക്കാറില്ല. ന്യൂസ് കാണും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് പറ്റുകയാണെങ്കിൽ കാണും. ആരും പറയണ കേട്ട് കഴിഞ്ഞാൽ അതൊന്ന് വാച്ച് ചെയ്യും. എനിക്ക് അതിൻ്റെ നേരമില്ല. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതികളോട് യോജിക്കുന്നുണ്ട്? ഞാൻ യോജിക്കുന്നുണ്ട്. കാരണം പണ്ടത്തെ കാലമല്ല ഇപ്പോൾ. നിങ്ങളാണ് പ്രേക്ഷകരിലും ഈ പറയുന്ന ജനങ്ങളുടെ മുഴുവൻ റീച്ച് കൊടുക്കുന്നത് നിങ്ങളാണ്. ഇപ്പം തന്നെ ഈ ഒരു പടം ശരിക്കും പറഞ്ഞാൽ താങ്ക്സ് പറയുന്നത് നിങ്ങളോടാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ പടം കൊണ്ടുപോയി ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് ഇതെല്ലാം പ്രേക്ഷകരിലേക്ക് കൊണ്ടുകൊടുത്ത് അവരെല്ലാം ഈ പടം കാണാനുള്ള പ്രചോദനം ചെയ്യുന്നത് ആരാ? നിങ്ങൾ തന്നെ മാധ്യമമല്ലേ. ഇനി ഒരു ന്യൂസ് വന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒന്നിനും ഒരു കള്ളത്തരം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുപിടിച്ച ആ സംഭവം പുറത്തു കൊണ്ടുവരും ഇല്ലേ? അതിൽ കുറേ കാര്യങ്ങൾ ഒഴിവാവുകയാണ് ഇപ്പോൾ നിങ്ങളെ പേടിച്ചിട്ട്. കള്ളത്തരങ്ങൾ നടക്കൂലെന്ന് മനസ്സിലായി തുടങ്ങി. മാധ്യമം അത് പുറത്തു കൊണ്ടുവരും. ഒരു തുമ്പടി നിങ്ങളത് കണ്ടുപിടിച്ച് ചുരണ്ടി എടുത്തുകൊണ്ട് വരും എന്നുള്ള ഉറപ്പായി. പഴയ കാലത്ത് അതല്ല. പഴയ കാലത്ത് എന്താണ്, പത്രത്തിലൊക്കെ വല്ല ന്യൂസും വരണം നമ്മൾ കാണുന്നത്. ബാക്കി എത്ര എണ്ണം കുഴിച്ചു മൂടി പോയിട്ടുണ്ട്. ഇന്ന് മൂടാൻ പറ്റുമോ? ഇല്ല. ഇന്നിപ്പോൾ ആ ജ്യൂസ് കുടിച്ച സംഭവം, ആ കുട്ടി മരിച്ച സംഭവം, മാധ്യമം എന്തുമാത്രം അതിൻ്റെ പുറകെ പോയിട്ടുണ്ട്. ശരിയല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരിലെല്ലാം നമ്മൾ ജനങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത്. അതെ. അവർ മാധ്യമപ്രവർത്തകരോട് അവർ ആ കുടുംബം നന്ദിയും പറഞ്ഞായിരുന്നു. നിങ്ങളാണ് ഞങ്ങൾക്കൊരു നീതി മേടിച്ചു തന്നെ. ആ ലോറി അപകടം ഉണ്ടായിട്ട്
എത്ര നാൾ നിങ്ങൾ ഇതിൻ്റെ പുറകെ നിന്നിട്ട് ആ ലോറി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എന്താ അർജുൻ നിങ്ങൾ ചെയ്ത എഫർട്ട് ആരെടുത്ത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല വേറെ ആരും എടുത്തു എന്നുള്ളത്. വയനാട് എല്ലാത്തിനും നിങ്ങൾ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ പത്രപ്രവർത്തനം നിങ്ങൾക്ക് ജോലി ശരിയാണ്, പക്ഷെ അത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കടമയായിട്ട് എനിക്ക് അതിനോട് ഇതില്ല. പിന്നെ ഒരു വിഷമമുള്ളത്, നല്ലത് വന്ന ഈ മാധ്യമങ്ങൾ അധികം ഒന്ന് പൊത്തിച്ച് കൊണ്ടുവരുന്നില്ല. എന്താ ഇപ്പം എനിക്ക് സുമോദേവിയിൽ അബ്ദുൽ കലാംജി അവാർഡ് കിട്ടി. ഒരു മനുഷ്യൻ പോലും എന്നെ വിളിച്ച് ചോദിച്ചില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം എന്താ അറിയോ, നല്ലത് കേൾക്കാൻ വലിയ താല്പര്യമൊന്നും ആർക്കും കാണില്ല. അത് ജനങ്ങളായാലും ആ ന്യൂസ് അധികം നോക്കില്ല, നിങ്ങളാണെങ്കിലും അധികം നോക്കില്ല. കാരണം അല്ലാത്ത കാര്യങ്ങൾ കുറച്ച് നമുക്ക് സസ്പെൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ മാധ്യമത്തിന് വളരണ്ടേ, റീച്ച് പിടിക്കണ്ടേ? ഓരോ ചാനലുകാരും റേറ്റിംഗ് കൂടുന്നതനുസരിച്ചാണ് നിങ്ങളുടെ ചാനലിന് പരസ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ എനിക്ക് അതൊക്കെ നന്നായിട്ട് അറിയാം. പരിഭവം പാർവതി 20 വർഷം കൊണ്ടുപോയ ആളാണ് ഞാൻ ഏഷ്യാനെറ്റിൽ, ഇപ്പോഴും പോകുന്നുണ്ട്. അതിനൊരു പരസ്യം കിട്ടണമെങ്കിൽ അതിനുള്ള കണ്ടന്റ് കൊടുത്തെങ്കിൽ മാത്രമേ പരസ്യം കിട്ടിയിട്ട് എനിക്ക് ആൾക്കാർ പരസ്യം തരുള്ളൂ. നിങ്ങളുടെ ചാനൽ റീച്ച് ആയെങ്കിൽ നിങ്ങൾക്കും ഇത് കിട്ടുള്ളൂ. അതിന് നിങ്ങൾ പല ടെക്നിക്കും ഉപയോഗിക്കാം, പക്ഷെ അത് തെറ്റായ മാർഗത്തിൽ കൂടി ആവരുതെന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, ഉള്ള കാര്യമല്ലേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അതിന് നിങ്ങൾക്ക് തെറ്റ് പറയാൻ പറ്റുമോ? എനിക്ക് നിങ്ങളോട് യാതൊരു എതിരഭിപ്രായമില്ല. മാധ്യമങ്ങൾ അങ്ങനെ തന്നെ വേണം. വിത്തിൻ സെക്കൻഡ് സ്ഥലത്തെത്തി കണ്ടുപിടിച്ച് കൊടുക്കണം. തീർച്ചയായിട്ടും. അതേപോലെ ഇതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് എങ്ങനെയാണ്? അത് ഞാൻ എൻ്റെ ഫ്ലാറ്റിന് 10 വർഷം സെക്രട്ടറി ആയിരുന്നു. ഞാൻ ആ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്ന 100% ഞാൻ ആ ഫ്ലാറ്റിനോട് എന്താവശ്യം വന്നാലും ഏത് പാതിരാത്രിക്കാണെങ്കിലും 4 മണിക്ക് ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒറ്റയ്ക്ക് പോയിട്ട് ഗ്യാസിൻ്റെ റൂമിൽ കയറി 10-20 ഗ്യാസ് ഇരിക്കുന്ന കുറ്റിയുടെ അകത്ത് കയറി ഞാൻ ഗ്യാസിൻ്റെ അത് റെഡിയാക്കി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ പണി പഠിക്കും. പൈപ്പിൽ വെള്ളം നിന്ന് മോട്ടർ അടിക്കുക, ആ പണി എനിക്കറിയാം. എന്ന് വേണ്ട സർവത്ര ഒരാൾ ലിഫ്റ്റ് കുടിക്കാൻ ഞാനായിരിക്കും രക്ഷപ്പെടുത്താൻ കൂടുക. അലാറം കേട്ട ആദ്യം ഇറങ്ങി ഓടണം ഞാനായിരിക്കും എൻ്റെ ഫ്ലാറ്റിൽ നിന്ന്. എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരാൾ അതിനകത്ത് പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് അവരെ പുറത്തിറങ്ങണം. അതെൻ്റെ പൊതു ആൾക്കാരോട് ചെയ്യുന്ന ഒരു കാര്യം. ഞാൻ 4 മണിക്ക് എന്തുകൊണ്ട് ഗ്യാസ് ഓൺ ചെയ്യണമെന്ന്, പ്രിയങ്കയ്ക്ക് വേറെ പണിയില്ലേ, പണിക്കാർ വരട്ടെ എന്നിട്ട് ചെയ്യൂ. ഞാൻ പറഞ്ഞു ഈ 4 മണി 5 മണി നേരത്ത് പാവങ്ങളായ വയസ്സായ അച്ഛൻ അമ്മ ഒരു കുഞ്ഞിന് ചിലപ്പോൾ രാവിലെ കുറുക്കി കൊടുക്കണമായിരിക്കും. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, എൻ്റെ മോനടക്കം. അവർക്കൊന്നും ഗ്യാസ് ഇല്ലാതിരിക്കാന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. ഫ്ലാറ്റാണ്, അടുപ്പത്ത് തീ കത്തിക്കുന്ന 2 ചിരട്ട കൂട്ടി നമുക്ക് കത്തിച്ച് വെള്ളം തിളപ്പിക്കാം. ഞങ്ങൾ എന്ത് ചെയ്യും ഫ്ലാറ്റിൽ? ചിന്തിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്ത് ചെയ്യണം? ഞാനൊരാൾ വിചാരിച്ചാൽ 69 ഫ്ലാറ്റിലെ ഇത്രയും ആൾക്കാർക്ക് നല്ലത് ചെയ്യാൻ പറ്റുക അതൊരു പുണ്യമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഓടുന്നത്. ഞാൻ ചെയ്യും 10 വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നു. അവസാനം ഞാൻ മാറിയതാ. ആ ഒരു ബലമാണ്, ആ ഒരു ബലമുണ്ട്. കാരണം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളൊരു എന്തിനും പുറത്തിറങ്ങി നേടാൻ പറ്റുന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് കയറുന്ന റോഡിൽ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് ആർക്കും നടക്കാം. എൻ്റെ മോനൊക്കെ സോക്സ് നനയാൻ പറ്റില്ല, അറിയാലോ സോക്സ് നനയാൻ. ഇവനെ എടുത്തിട്ടൊക്കെയാണ് ഞാൻ അപ്പുറത്ത് കൊണ്ട് നാക്കിയിരുന്നത്. ട്രാവലറിലാണ് ഞാൻ ഇങ്ങോട്ട് വണ്ടി ഇട്ടിരുന്നത്. വെള്ളം കയറി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ. ആ സംഭവം ഞാൻ മാറ്റി ആ റോഡ് ക്ലിയർ ചെയ്ത് ഇന്ന് ഒരു തുള്ളി വെള്ളം റോഡിലോട്ട് കയറാത്ത ഞാൻ ആക്കിയിട്ടുള്ള ആളാണ് ഞാൻ. എനിക്കത് അറിയാം, അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, എഫർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫ്ലാറ്റിന് വേണ്ടി ചെയ്തപ്പോൾ ഞാൻ പൊതുജനങ്ങൾക്ക് എനിക്ക് ഉറപ്പാണ് ഞാൻ അരൂരിൽ നിന്നപ്പോൾ ജയിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒന്ന് ഷാനിമോൾ ഉസ്മാൻ, ഒന്ന് ഡലീമ, നല്ല തഴക്കവും പഴക്കം ചെന്ന രാഷ്ട്രീയക്കാർ. അതിനിടയ്ക്ക് പ്രിയങ്ക ഓടിച്ചെന്ന് അരൂര് ജയിക്കും എന്നുള്ള ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ നിൽക്കാൻ കാരണം എന്താ, എന്നെ നിർത്തി. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഞാൻ നല്ല എൻജോയ് ചെയ്തു. രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നു, രസമായിരുന്നു എല്ലാവരും. പിന്നെ നമുക്ക് ആ സീരിയലിലേക്ക് ഒരു ഇതുള്ളതുകൊണ്ട് വലിയ സ്നേഹമാണ് എല്ലാവർക്കും. അപ്പോൾ അവർക്കൊന്നും ഞാൻ രാഷ്ട്രീയക്കാരിയൊന്നുമല്ല. അയ്യോ ഇത് നമ്മളങ്ങനെയാണ് റിസീവ് ചെയ്യണത്. അവർ ആ ഒരു സന്തോഷം. എനിക്ക് പാർട്ടിക്ക് വേണ്ടി ഒന്നും അവിടെ ചെയ്തു തന്നിട്ടില്ല. ഞാൻ വളരെ കുറച്ച് വോട്ട് മേടിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ്. ജനങ്ങളുടെ പരാതി അവരെന്തൊക്കെ, ഞാൻ അപ്പം ആലോചിക്കും ഇത്രയും ജനങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ചെയ്തു കൊടുക്കുന്നില്ല? അവരുടെ പൾസ് അറിയാൻ പറ്റിയത് ഞാൻ ആര് ചെല്ലുമ്പോൾ എത്ര പേര് വിഷമിക്കുന്നുണ്ട്, എന്തുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ? നിസ്സാര സമയം മതി ചെയ്തു കൊടുക്കാൻ. പാവപ്പെട്ട എത്ര ആൾക്കാരുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ. ചെറിയ കാര്യം പോലും ചെയ്യാത്ത ആളുകൾ ചെയ്തു കൊടുക്കുന്നില്ല. ചെയ്തു കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഇനി ഒരു ഇലക്ഷൻ വന്നാലും നേരിടാൻ തയ്യാറാണോ? ഞാൻ നേരിടുകയൊക്കെ ചെയ്യും, പക്ഷെ തൽക്കാലം തൽക്കാലത്ത് എന്തായാലും അത് ആ ഒരു സമയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തില്ലേ? ശരിക്കും ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ഇപ്പൊ സിനിമയിൽ ഒരു സംഘടനാ ശക്തികളൊക്കെ ഉണ്ട്. അപ്പൊ അതില് സംഘടനാ പ്രവർത്തനത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? അതായത് ഞാൻ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ തുടങ്ങണം അന്ന് മുതലുള്ള ആളാണ്. ഒരു മീറ്റിംഗ് അന്ന് മുതൽ ഈ നിമിഷം വരെ ഒരു മീറ്റിംഗ് പോലും ഞാൻ മുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് അതിനകത്തുള്ള കുറച്ച് നിലപാടുകളോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് തുറന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കുറച്ച് അലിഗേഷൻസും ഉള്ളതുകൊണ്ടും ഞാൻ അധികം
അങ്ങോട്ട് നിൽക്കാറില്ല. പക്ഷെ എനിക്കത് മനസ്സിലാവും നമ്മളത് ഇങ്ങനെ ഇതാക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഇനി വരുന്ന ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ, പ്രശ്നങ്ങൾ വന്ന എല്ലാം ഒന്ന് അവിയിൽ വരുമെല്ലാം മാറി ഒന്ന് നല്ല രീതിയിൽ വന്ന പുതുതലമുറ വരണം. നമ്മുടെ പുതിയ വന്നിരിക്കുന്ന ജനറേഷനിലെ ആൾക്കാർ വന്ന് അമ്മയിൽ ലാലേട്ടനും മമ്മൂക്കയും ഇല്ലാതെ ഒരമ്മയില്ല. അവർ രണ്ടുപേരും തലപ്പത്തുണ്ടായേ പറ്റൂ. അവർ തന്നെയാണ് നെടുന്തൂണ്, രണ്ടുപേരും അവർ തന്നെയാണ് വേണ്ടത്. കാരണം അവരിരുന്നാലേ ബാക്കിയുള്ള എല്ലാവർക്കും സപ്പോർട്ടിംഗ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗത്തും ആൾക്കാരുണ്ട്, ലാലേട്ടനുണ്ട് മമ്മൂക്ക. പക്ഷെ അവർ രണ്ടുപേരും നല്ല കോമ്പിനേഷൻ ആണെന്നുള്ളത് അവർക്കറിയാം. അവർ തമ്മിൽ ഒരു വിഷയവും ഇല്ല, പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അവർ തമ്മിലൊരു പ്രശ്നമില്ല. ഈ ന്യൂ ജനറേഷൻ ആൾക്കാരോട് വന്ന അമ്മ നല്ല വൃത്തിയായിട്ട് മുന്നോട്ട് വരും. സുരേഷ് ഏട്ടനൊക്കെ സംഘടനാപരമായി വീണ്ടും വന്നു, വീണ്ടും ഒരു പ്രോഗ്രാം നിർത്തി വ്യക്തമായിട്ട് ഒരു മറുപടി പറഞ്ഞായിരുന്നു, കൊടുത്തില്ലേ അമ്മ എന്നുള്ളതിൽ ഡോട്ട് വേണ്ടാന്ന്. അമ്മ തന്നെ ഡോട്ടും തിന്നിട്ട് ആരും തിരിക്കാൻ നോക്കണ്ട. അവിടെ ശക്തരായ കുറെ ആൾക്കാരുണ്ട്. മുരളിച്ചേട്ടൻ നൽകിയൊരു ആ പേരാണത്. അന്ന് മുരളിച്ചേട്ടൻ, ഞാൻ ബംഗലൊക്കെ അഭിനയിച്ചിട്ട് മുരളിച്ചേട്ടൻ അത് കഴിഞ്ഞ നൽകിയൊരു പേരാണിത് അമ്മ. അതാരും കുത്തി തേക്കാൻ നോക്കണ്ട. കാരണം അത് എങ്ങനെയെങ്കിലും അത് മുന്നോട്ട് വരും. പിന്നെ അലിഗേഷൻസ് ഉണ്ടായവരൊക്കെ മാറിയിരുന്നു, അതൊക്കെ ഉണ്ടെങ്കിൽ തെളിയിച്ച് വരട്ടെ. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പുരുഷന്മാർക്ക് സപ്പോർട്ടാണെന്ന് പറയും. എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത് പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് പെണ്ണുങ്ങളെക്കാൾ മുകളിൽ തന്നെ നിൽക്കണം. അവർക്കൊരു വില കൊടുത്തേ പറ്റൂ. ഒരു സ്റ്റെപ്പ് കേട്ടോ, കൂടുതലൊന്നും കൊടുക്കരുത്, അഹങ്കാരമായി പോകും. കുറച്ച് അവർക്കൊരു നല്ലൊരു ഇത് കൊടുത്താൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഞാൻ ഒരു സ്ത്രീയാണ്, എൻ്റെ അനുഭവം കൂടി ഞാൻ പറയണേ. അവർക്കൊരു ഇത്തിരി സ്ഥാനം കൊടുത്തേക്കുക, ഒരു പ്രശ്നമില്ല. അതെ, എപ്പോഴും നമ്മൾ ഇപ്പോൾ ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഘടനയുണ്ട്, പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയുണ്ട്. ഇങ്ങനെയൊക്കെ സംഘടനകൾ ഉണ്ടെങ്കിലും രണ്ട് ഭാഗത്തും പല പല പ്രശ്നങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷേ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഓരോരുത്തർ വ്യക്തിപരമായിട്ടാണ്, അല്ലേ? എന്താണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, എന്തിനാണ് നമ്മൾ കൂടെ നിൽക്കേണ്ടത്? അപ്പോൾ ഇപ്പോൾ സംഘടനാപരമായിട്ടുള്ള ഇപ്പോൾ ഇത്രയും ശക്തമായിട്ടുള്ള സംഘടനയൊക്കെ ഉണ്ടെങ്കിലും മലയാള സിനിമയിൽ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോഴും ഇപ്പോൾ പ്രത്യേകിച്ചൊരു നിലപാട് എന്തായിരുന്നു ആ സമയത്ത്? രണ്ടുപേരുടെയും ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഇത്ര നടക്കുന്നു. ഇര എന്ന് പറയപ്പെടുന്ന കുറച്ച് പേരും ഇതിങ്ങനെ ആരോപിക്കപ്പെടുന്ന കുറച്ച് പേരും ഇപ്പോഴും തെളിയിച്ചിട്ടില്ല, ആരോപിക്കപ്പെടുന്ന കുറച്ച് പേരും ഇങ്ങനെ നിൽക്കുന്നു. ഞാൻ ഈ പറയുന്ന രണ്ട് നിലപാടിനോട് യോജിപ്പില്ല. കാരണം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ഇഷ്ടത്തിന് ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്പോട്ടിൽ അതിനൊന്ന് റിയാക്ട് ചെയ്യാതെ കുറേ നാളിന് ശേഷം റിയാക്ട് ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്താണ് പ്രശ്നം? എന്താ ഇവിടെ? നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് പോണത്, എവിടെയെങ്കിലും പോകുമോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കണത്. ഇനി അതല്ലാതെ ചെയ്യുന്നിടത്ത് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ത്രീയുടെ കൂടെ നിൽക്കും, തീർച്ചയായിട്ടും. അതായത് ഒരു 10 പേരോ 15 പേരോ പിടിച്ച് കെട്ടിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരോട് നിൽക്കണം. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഒരാളുടെ കൂടെ അങ്ങ് പോയി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അവരെ കുറ്റം പറയാൻ പറ്റുമോ? അതുപോലെ ഏറ്റവും വലിയ തെറ്റായൊരു പ്രവണതയാണ് ആണുങ്ങളുടെ മുഖം കാണിക്കുക, പെണ്ണുങ്ങളുടെ മുഖം കാണിക്കാൻ പറ്റില്ല. അതെന്താ? പേരും ഈ ആണുങ്ങൾക്ക് ഭാര്യയില്ല, അത് പെണ്ണല്ലേ, അമ്മ ആ പെണ്ണല്ലേ, ഒരു മോളുണ്ടെങ്കിൽ അതൊരു പെൺകുട്ടിയല്ലേ. എന്തുകൊണ്ട് അവരെയും കാണിക്കണം? എന്താ അവർ രണ്ടുപേരും ഒരുമിച്ചല്ലേ പോയത്? ഒരുമിച്ചാണല്ലോ അവർ പോയതും ഈ സുഖമായിട്ട് നടന്നതും. മലേഷ്യയും സിംഗപ്പൂരും എവിടെ പോയിട്ടുണ്ടല്ലോ, ഒരുമിച്ചല്ലേ നടന്നതും പോയതൊക്കെ. ഒരുപോലെ തന്നെയല്ലേ ഭക്ഷണം കഴിച്ചാണല്ലോ എന്ത് സുഖമാണേലും ചെയ്തിട്ടുള്ളതും. പിന്നെ എന്തിനാണ് രണ്ടുപേർക്കും തുല്യമായിട്ട് കാണിച്ചു കൊടുക്കണം ഇതായിരുന്നു എന്നുള്ളത്, ഇന്ന ആളായിരുന്നു ഇന്ന ആളെന്ന്? അതിനുള്ള നിയമം ശരിയായിട്ടുള്ള നിയമമല്ല. ഞാൻ അതിനോടൊന്ന് വെളിപ്പെടുത്തുക തന്നെ വേണം. കാരണം ആലോചിച്ച് നോക്ക്, ആ പുരുഷൻ്റെ അമ്മ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു അമ്മ ഒരു സ്ത്രീയാണെന്നുള്ളത് എന്താ ചിന്തിക്കാത്തത്? അവരെന്ത് തെറ്റ് ചെയ്തു? ആ ഭാര്യ എന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഉണ്ടായി എന്ന് പറയപ്പെടുമ്പോഴും ഈ സെയിം സിറ്റുവേഷനാണ് ആ ആരോപിക്കപ്പെടുന്ന ആള് അനുഭവിക്കുന്നത്. വലിയൊരു കള്ളനായി മാറുക. ആ ഒരു ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ നിങ്ങളെന്താ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ അറിയോ? നിങ്ങൾ റൂമിൽ ഇപ്പോൾ ഈ റൂമിലൊരു പെൺകുട്ടി വന്ന് സംസാരിച്ചു, ചിലപ്പോൾ ഒരു ചായ കുടിച്ച് പിരിഞ്ഞു, പുറത്തിറങ്ങിയ വഴിക്ക് നിങ്ങൾ അവളെ കയറി പിടിച്ചത് നിങ്ങൾക്ക് എന്തെന്നാ തെളിവ് കാണിക്കാൻ പറ്റുക? നിങ്ങൾ അനുഭവിക്കണ്ടേ 6 മാസം? ഇത് തെളിഞ്ഞ് എന്ത് കാണിച്ച് തെളിയിക്കും? അതിനുള്ള നിയമം എന്താ? അന്ന് തന്നെ റൂമിൽ വന്ന ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടി ഒരിക്കലും അങ്ങനെ ഒരു കേസ് എടുക്കരുത്. അവളെ നിങ്ങൾ താഴേന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുവന്നതല്ല, അവളുടെ ഇഷ്ടത്തിന് കയറി വന്നതാണ്. അപ്പോൾ അതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും അവളെ അനുഭവിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ദിലീപേട്ടനും എല്ലാവരും ഇതുപോലെ പല പ്രശ്നം. ഒരു മലയാള സിനിമയുടെ കുറച്ച് നല്ല സമയമാണ് ഇല്ലാതായിപ്പോയത്. നമുക്ക് നല്ല നല്ല സിനിമകൾ വന്നുകൊണ്ടിരുന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു. ദിലീപേട്ടനൊക്കെ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. ഇപ്പോഴും ഞാൻ ഒരാളുടെയും ഭാഗം നിന്നിട്ടല്ല പറയുന്നത്, ഇങ്ങനൊരു വിഷയം ഉണ്ടായതിൻ്റെ പുറകിൽ നമുക്ക് നഷ്ടം വന്നത് മലയാളം പ്രേക്ഷകർക്കല്ലേ ശരിക്കും? പക്ഷേ ഇല്ല, അതൊക്കെ തരണം ചെയ്യാൻ നമ്മുടെ പിള്ളേർ കയറിയിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ഒന്നും മലയാള സിനിമയൊന്നും അങ്ങനെ തകർക്കാൻ പറ്റൂല. ഇവരാര് പോയാലും നമ്മുടെ പിള്ളേരുകളൊക്കെ ഇപ്പം ഞാൻ പറയാം എത്ര നല്ല പടങ്ങൾ ഇറങ്ങി. ആസിഫലിയുടെ എത്ര പടം ഇറങ്ങി, എല്ലാം സക്സസ് ആയില്ലേ.
എത്ര നല്ല നല്ല പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് സിനിമയൊന്നും തോൽപ്പിക്കാൻ പറ്റില്ല. ഇവിടെ പ്രേക്ഷകർ ഇപ്പോൾ വരുന്ന പിള്ളേരുടെ കൂടെ ആയി തുടങ്ങി. അതെ അതെ, അവർക്ക് പടം കണ്ട ഇപ്പോൾ ഉണ്ണിമൂന്നിൽ പടം ഇറങ്ങി, എന്താ ഇതിനകത്തുള്ളത്? നല്ല പടം നമ്മൾ ആൾക്കാർ ഇറങ്ങി പോകണില്ലേ? എന്തുകൊണ്ടാണ്? ഇതൊന്നും വിഷയമല്ല. സിനിമ നല്ല സിനിമ ചെയ്ത് വിട്ടോ പ്രേക്ഷകർ കണ്ടിരിക്കും. അതിന് സൂപ്പർ സ്റ്റാർസ് വേണമെന്നൊന്നും സൂപ്പർ സ്റ്റാർ അഭിനയിച്ച എത്ര പടങ്ങൾ പൊളിയുന്നില്ലേ, പോകുന്നില്ലേ, നല്ല പടങ്ങൾ വിജയിക്കുന്നില്ലേ? സിനിമ ഫീൽഡ് പോവില്ല. അതെ, നല്ല പടങ്ങൾ കൊടുക്കുക, ജനങ്ങളെ കണ്ടോളും പടം. ഓക്കെ, ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടും ഏറ്റവും കൂടുതൽ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അനുഭവിച്ചേക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേറൊരാളും ഇൻഡസ്ട്രിയിൽ എനിക്കും തോന്നുന്നത് തന്നെയാണ്. അത്ര അധികം, കാരണം ഒരു കേസൊക്കെ ഇത്രയും നീണ്ടു പോകുമ്പോൾ വരുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. സിനിമാ ജീവിതത്തിൽ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സിനിമാ ജീവിതത്തിൽ ഒരു മോശം അനുഭവം പ്രിയങ്ക ചേച്ചിക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂവിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ പേരൊക്കെ ഞാൻ വെളിപ്പെടുത്തേണ്ട സമയത്ത് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഫീൽഡിൽ നിന്നത്. അതെങ്ങനെ കൈകാര്യം ചെയ്തു? ഇപ്പം ഞാൻ പറയട്ടെ, എന്നെ ഒരു പടത്തിൽ വിളിച്ച് ഞാൻ ലൊക്കേഷനിൽ വന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി എനിക്ക് ആരെങ്കിലും എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യുകയാണ്, ഇങ്ങനെ ഉണ്ടായാലേ ഇവിടെ അഭിനയിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പെട്ടിയും ബാഗ് എടുത്ത് ഞാൻ പോയിട്ടുണ്ടാവും. എനിക്കതേ ഉള്ളൂ തീരുമാനം. എനിക്ക് അവർക്ക് സഫർ ചെയ്ത് നിൽക്കുക എന്നുള്ള എൻ്റെ തീരുമാനമല്ല. എനിക്ക് അങ്ങനെ സിനിമകളുടെ അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. അന്നൊക്കെ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്, അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവാറുണ്ട്. ഈ കൊറോണയ്ക്ക് മുമ്പ് വരെ അമ്മ എൻ്റെ കൂടെയുണ്ട്. എവിടെ പോയാലും ഞങ്ങൾ ബോബനും മോളിയും പോലെയാണ്. അമ്മ പറയും, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയാൽ പുറത്തിരിക്കുന്നതാണ് എൻ്റെ അമ്മ, പിന്നെന്തെന്നാ അതിൽ കൂടുതലുണ്ടോ? അതെന്തിനാ? എൻ്റെ സേഫ്റ്റി എന്നെ നോക്കിയിട്ടൊന്നുമല്ല, എൻ്റെ സേഫ്റ്റി അമ്മയ്ക്ക് അറിയാം. ഞാൻ എവിടെ പോയാലും എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു കൂട്ട് അമ്മ വെറുതെ റൂമിലിരുന്നിട്ട് നീ എവിടെ അതാണോ ഇത് ചോദിക്കണ്ട. കൂടെ ഉണ്ടായ മര്യാദയ്ക്ക് അമ്മയും മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചോളും, ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് നടന്നോളും. എവിടെയെങ്കിലും സുഖമായിട്ട് അമ്മ കിടന്നോളും. അമ്മയ്ക്ക് ഇനി തലവേന വന്നോ ഇവിടെ കിടന്ന് ഞാൻ സംഭ്രമപ്പെടേണ്ട കാര്യമുണ്ടോ? കൂടെ ഉണ്ടെങ്കിൽ പ്രായതല്ലേ. അപ്പോൾ അമ്മയ്ക്ക് വല്ല പെട്ടെന്ന് വല്ല പ്രശ്നം വന്നാൽ അപ്പം തന്നെ എനിക്ക് കൊണ്ടുപോകാമല്ലോ. ഇത് മറ്റുള്ളവർ വിചാരിക്കും എന്താ നിങ്ങളെ വിശ്വാസമില്ല. എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല. നമുക്കൊരു കൂടെ അമ്മ വരട്ടെ. അതിനിപ്പോൾ എന്താ? അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പടം 30 വർഷത്തോളം ഞാൻ ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ ആലോചിച്ച് നോക്കാവുന്നേ ഉള്ളൂ. കൂട്ടി നോക്കണ്ട, ഒരുപാട് വയസ്സൊന്നും ആയിട്ടില്ല, നല്ല ഞാൻ പറയാം. അപ്പോൾ 30 വർഷം എന്ന് പറയുമ്പോൾ ആ സമയങ്ങളിലൊക്കെ പടം നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിപ്പോയിക്കൊള്ളണമെന്ന്. ഒരു കുറ്റിയിരിക്കുന്ന രാത്രി മുട്ടി എന്തിനാ തുറക്കണത്? നമുക്ക് പ്രത്യേകിച്ച് രാത്രി വലിയ അഭിനയമൊന്നും ഇല്ലല്ലോ, തുറക്കരുത്. അവർ ചിലപ്പോൾ 2 അടിച്ചിട്ടായിരിക്കും മുട്ടിയിട്ടുണ്ടാവുക. പിറ്റേ ദിവസം അവർക്ക് അത് ഓർമ്മയുണ്ടാവില്ല. നമ്മൾ പോയി കുറ്റി വന്നിട്ട് നീ പോടാന്ന് പറയണേക്കാളും തുറക്കായിരുന്നാ പോരെ. അങ്ങനെ സിറ്റുവേഷനൊക്കെ നല്ല രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. കൊടുക്കേണ്ടവന് ഞാൻ തല്ലും ചെയ്യും. എനിക്കൊരു പേടിയില്ല. ഇതുപോലെ എന്റെ കയ്യോ കാലോ ആലും കയറി പിടിച്ച് ഞാൻ തല്ല് കൊടുത്തിട്ട് സിറ്റുവേഷനോ സിനിമയുടെ പേരൊന്നും പറയാതെ അതൊന്നും ഞാൻ പറയില്ല. പറയാതെ ഒന്ന് പറയാമോ? അല്ല, അതല്ല ഞാൻ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തില്ല. കാരണം ഇപ്പോഴത്തെ എനിക്കൊരു ചെറിയ പ്രോബ്ലംസ് ഉള്ളത് ഈ സമയത്തൊക്കെ ഞാൻ ഇത് പറഞ്ഞാൽ എന്താ പറയാന്നറിയോ? വിചാരിക്കുന്ന ഇവള് കാശ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാ. എന്തിനാ വെറുതെ ഇത് കേൾക്കുമ്പോൾ അവർക്കറിയോ അന്ന് പ്രിയങ്കയായിട്ട് ഞാൻ പ്രശ്നം ഉണ്ടായത്, ഇവിടെ എപ്പോഴാണോ പറയാന്ന്. ആ പേടി അവിടെ നിന്നോട്ടെ. എപ്പോഴെങ്കിലും ഒരു പേടിക്കണം. ആ ഭയം വേണം. ആ ഭയം വേണം. തലമുറ ഇനി വരാൻ കിടക്കുക. ഞങ്ങളെ കഴിഞ്ഞ ഇനി അടുത്ത ന്യൂ ജനറേഷൻ പിള്ളേർ വരുന്നുണ്ട്. പുതിയ പിള്ളേർ ഇപ്പൊ വെൽ സ്റ്റാൻഡായി. അവർക്ക് പേടിക്കാനില്ല. ഒരാളും മുട്ടില്ല. തീർന്നല്ലോ, സേഫാണ്. ചോദിച്ചാൽ അപ്പൊ വിവരറിയും. പിന്നെ അഭിനയിക്കാൻ നടികളെ ആൾക്കാരൊക്കെ വേണ്ടേ? എപ്പോഴും ആണുങ്ങളെ മാത്രം വെച്ച് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇപ്പൊ സേഫാ. പിന്നെ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പം എൻ്റെ ഇഷ്ടമാണ്. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടും. ഇപ്പം ഞാൻ എപ്പോഴും പറയും സൽമാൻ ഖാനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഞാൻ അയാളുടെ കൂടെ എപ്പോൾ പോയി എന്ന് ചോദിച്ചു എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ് അല്ലേ? ഞാൻ പാട്ട് കേട്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. എൻ്റെ ഇഷ്ടമാണത്. എൻ്റെ ഇഷ്ടത്തെ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ ബലമായിട്ട് ഇന്നത് ചെയ്യുന്നത് ആ പണി നമ്മൾ വേണ്ടാന്ന് വെച്ചേക്കണം. തീർച്ചയായിട്ടും നമ്മുടെ കഴിവുണ്ടോ നമ്മൾ വിളിച്ചിരിക്കും. അതെ, ഇല്ലേ? തീർച്ചയായും. ഇപ്പോഴത്തെ പിള്ളേർ ഇനി പേടിക്കണ്ട. അവർക്ക് സ്റ്റാൻഡായി സിനിമയിൽ. അതെ, ഇതുപോലെ നമുക്കിപ്പോൾ പുതിയ ജനറേഷൻ ഇപ്പോൾ നമ്മുടെ സിനിമ ഇതൊക്കെ മാറ്റി വെക്കണേ. ഇപ്പം ചേച്ചി വരുന്നൊരു കാലഘട്ടം വിയറ്റ്നാം കോളനി എന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റ് പടം ആ ഒരു ഇന്നസെന്റ് ഏട്ടനും ഇവരൊക്കെയുള്ള ഒരു ഗംഭീര കോമഡി സീൻ, അതും വളരെ സീരിയസ് ആയിട്ടാണ് അവിടെ ചേച്ചി അനുഭവിക്കും. ആ ഒരു സിറ്റുവേഷൻ, അന്നത്തെ ആ ലൊക്കേഷനിലെ ഫസ്റ്റ് പടം, ആ ഒരു അനുഭവം എന്തായിരുന്നു? അതോ അന്ന് ഞാൻ പറയണേ സത്യം പറഞ്ഞാൽ ആ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും. കാരണം വെച്ചാൽ ഫുൾ ആർട്ടിസ്റ്റ്, ലാലേട്ടൻ തൊട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം മരിച്ച റാവുത്തറടക്കം, ഫിലോമന ചേച്ചി, ലളിത ചേച്ചി, പപ്പു ചേട്ടൻ, ഇന്നസെൻ്റ്, എത്ര ആർട്ടിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാവരും ഉള്ള കോമ്പിനേഷനാണ്. എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കും. അന്ന് ഈ ചെയർ എന്ന് പറഞ്ഞാൽ വളരെ റെയറാണ്. ചെയർ കിട്ടത്തില്ല.
ആർട്ടിസ്റ്റിന് മാത്രമേ ചെയറുള്ളൂ, ഓ നമുക്കിരിക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ഈ വരുന്ന ഞങ്ങളെപ്പോലെ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവരൊക്കെ വല്ല തൂണിൻ്റെ മറവിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാറിയൊക്കെ ഇരിക്കുക. ഇവരുടെ ഒപ്പം ഇരിക്കാൻ സീറ്റില്ല. അന്ന് പപ്പുചേട്ടൻ ഒരു വാക്ക് പറഞ്ഞു. അപ്പം അന്ന് എന്നെ കണ്ട വലിയ വണ്ണമൊന്നുമില്ല, ചെറിയ 10-15 വയസ്സല്ലേ ആയിട്ടുള്ളൂ. 15. അപ്പോൾ ആ ക്യൂട്ട്നെസ് തോന്നിയിട്ടുണ്ടാവാം. അപ്പോൾ പപ്പുചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു. മോണീഷ മരിച്ചപ്പോൾ ഡ്യൂപ്പിടാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയൊരു കട്ട അന്ന് പറഞ്ഞിരുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഈ മുടി കൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അന്ന്. അത് ആ പടം കാണുമ്പോഴും ചിലപ്പോൾ ചെറുതായിട്ട്. പക്ഷെ മോനിഷ അമ്മ പറഞ്ഞിട്ടുണ്ട് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അന്ന് ഡ്യൂപ്പിടാൻ എന്നെ വിളിച്ചിരുന്നു, മുടിയുള്ളതുകൊണ്ട്. ചെപ്പടി വിദ്യ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് മരിച്ചപ്പോൾ എന്തോ സീൻ എടുക്കാണ്ട്. അപ്പോൾ അന്ന് ഞാൻ പോയില്ല കേട്ടോ. അന്ന് ഞാൻ വെങ്കലം പടം അഭിനയിക്കുക. അപ്പോൾ ആ സമയത്ത് അവിടെ നിന്നിട്ട് പപ്പുചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഇരിക്കുന്ന ആള് ഇവിടെ നിങ്ങളുടെ കൂടെ ചെയറിൽ ഇരുന്നിട്ടുണ്ടാവും കേട്ടോ അന്ന് പപ്പുചേട്ടൻ പറഞ്ഞു. പക്ഷെ എനിക്ക് രണ്ടാമത് വന്ന പടം വെങ്കലമാണ്. വിയറ്റ്നാം കോളിൽ നിന്ന് ഞാൻ നേരെ പോണത് വെങ്കലം, മനോജ് കെ ജയൻ്റെ ജോഡിയായിട്ട്. അന്ന് മനോജ് കെ ജയൻ കുട്ടൻ തമ്പുരാനൊക്കെ ചെയ്ത് നല്ല സൂപ്പറായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഞാൻ മനോജിൻ്റെ ഒത്തിരി മോഹങ്ങൾ എന്നാണ് പാട്ടും പാടി കയറുന്നത്. അപ്പം ഞാൻ അതിൽ നടത്തണ കനം നല്ലൊരു ക്യാരക്ടർ ചെയ്തപ്പോൾ എനിക്ക് സ്റ്റാൻഡായി. പിന്നെ എനിക്ക് ചെയർ കിട്ടി. കാരണം എന്താ വെച്ചാൽ ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ ജനിച്ചു വന്ന ഭരതേട്ടൻ്റെ വീട്ടിലാണ്. ഭരതേട്ടൻ്റെ അമ്മയാണ് എന്നെ വളർത്തിയത്. ആ എങ്കക്കാടാണ് എൻ്റെ സ്ഥലം, ഉത്രാളിക്കാവിലാണ് എന്നെ പേരിട്ടത്. അപ്പോൾ ആ ഭരതേട്ടൻ്റെ ആ ഫാമിലി എന്ന് പറയുമ്പോൾ ലളിത ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ ബന്ധുക്കളാണ്. ഒരാളും അനങ്ങില്ല, അറിയോ? അവിടെ ഒരു പിടുത്തുണ്ട് എനിക്ക്. എന്നാൽ ലളിത ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് സേഫായിരുന്നു. ലളിത ചേച്ചിയുടെ കസിന, ലളിത ചേച്ചിയുടെ ബന്ധു എന്നൊക്കെ അല്ലേ പറയുള്ളൂ, പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഞാൻ പറയട്ടെ, ഈ ആരാണ് ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് കണ്ട് എന്തെങ്കിലും ചോദിക്കുകയോ പറയുക ചെയ്യാത്തത്? സ്വാഭാവികമല്ലേ, ആണുങ്ങളാവുമ്പോൾ ചോദിക്കും. ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ എന്താ പറയുക പ്രകൃതി നിയമമാണ്, ചോദിക്കുക പറയാന്നുള്ളതൊക്കെ. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളത് നോക്കിയാൽ പറയാം. എൻ്റെ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായി വന്ന് കുറച്ചും കൂടി പടങ്ങൾ കഴിഞ്ഞപ്പോഴാണ്. ആ പടങ്ങൾ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അതിനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു, തിരിച്ച് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടായിരുന്നു. മറ്റേത് എൻ്റെ അമ്മയെ പറയാം. അമ്മ ഒരാളെ കൊണ്ട് പോലും നോക്കിക്കില്ലായിരുന്നു. സംസാരം കൂടുതലായി കഴിഞ്ഞാൽ മാറിക്കോളാൻ പറയും, അവരോട് പറയാം. പിന്നെ അമ്മ മതി മാറിക്കോന്ന് പറയാതെ തൻ്റെ ഇടം എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ സേഫാണ്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ പറയില്ല. എനിക്കുണ്ടായിട്ടുണ്ട്, അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പടം അഭിനയിക്കാതെ ഇറങ്ങി പോന്നിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പടമൊക്കെ പറയും ഞാൻ. ചേച്ചി ചെയ്തേക്കുന്ന ക്യാരക്ടറിൽ എടുത്തേക്ക് നമ്മുടെ മനസ്സിൽ പതിഞ്ഞേക്കുന്ന കുറച്ച് ക്യാരക്ടറിൽ എടുത്തു പറഞ്ഞ മറ്റൊരു ക്യാരക്ടറാണ് മണവാളൻ. മണവാളുടെ കോമ്പിനേഷൻ ഒരു രക്ഷയില്ലാതെ തകർത്തൊരു അമ്മയെ സഹായിക്കലാണ് നമ്മുടെ അതിന്റെ സത്യം അറിയാം നിങ്ങക്ക്? ഈ ഇതെന്നെ ക്യാരക്ടർ വിളിച്ചു, ഞാൻ പോയി അഭിനയിക്കാൻ ചെന്നു, വേഷമൊക്കെ ഇട്ട് ഇത് കൊണ്ടുകൊടുത്തു, ചായ കൊണ്ടു കൊടുക്കുന്നു, പേര് പറയുന്നു, ഞാൻ മാറിക്കണം, അമ്മയെ സഹായിക്കലാണെന്ന് പറയുന്നത്. ഒഴിവ് സമയം കിട്ടാറില്ല, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പടം ഷൂട്ടും കഴിഞ്ഞ് ഡബ്ബിങ് കഴിഞ്ഞു. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. അന്ന് നമുക്ക് ലാൻഡ് ഫോണേ ഉള്ളൂ. അപ്പോൾ എൻ്റെ നമ്പർ തപ്പിയെടുത്തില്ല, വിളിച്ചു. ഇപ്പോഴും അമ്മയെ സഹായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഓ അമ്മയെ സഹായിക്കാറുണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസമാണ് ഞാൻ പടം കാണാൻ പോണത്. ഈ പടം കണ്ടപ്പോൾ അറിയണം അമ്മയ്ക്ക് ഇതാ ജോലി ചെയ്യുന്നത്. ഹേയ്, നമ്മൾ ഈ പടത്തിന്റെ ഫുള്ള് നമ്മൾ കാണുന്നില്ലല്ലോ. നീലാംബരി എന്നുള്ള ക്യാരക്ടർ ആ അമ്മയെ സഹായിക്കുന്ന ഒഴിവ് സമയം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ഈ അമ്മയ്ക്ക് ഇതാണ് ജോലി എന്നുള്ള ക്യാരക്ടറോ ഡയലോഗോ ഞാൻ കേൾക്കുന്നില്ല. തിയേറ്ററിൽ പടം കണ്ടപ്പോഴാണ് ഈ അമ്മയ്ക്ക് തന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞു. അത് എന്നെ എവിടെ ചെന്നാലും ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ക്യാരക്ടറാണ് നീലാംബരി. നീലാംബരി ഭയങ്കര രസമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. അത് എന്താ പറയാ, ആ ഒരു കോമ്പിനേഷൻ ഗംഭീരമായിരുന്നു. ആ സീൻ ഭയങ്കരമായിട്ട് മനസ്സിലുള്ളതാണ് എനിക്ക്. ഏറ്റവും വിഷമത്തോടെ നമ്മൾ ഓർക്കും നമ്മുടെ അനീഫിക്ക. ലാസ്റ്റ് സലീമേട്ടൻ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതായിട്ട് തന്നെയാ ഇവളെന്തായാലും പോന്നോട്ടെ. അത്ര 105 ഡിഗ്രി പനി പിടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ആ സീൻ എടുത്തത്. കാരണം തീരെ വയ്യായിരുന്നു, പനിയായിരുന്നു. പക്ഷെ അന്ന് ക്ലൈമാക്സ് എടുക്കും വേണം. ട്രെയിനിന്റെ അടുത്ത് വെച്ചൊക്കെ അല്ലേ ഫംഗ്ഷൻ, അത് ട്രെയിനിന്റെ മുമ്പിൽ വെച്ചാണ് ആ ക്ലൈമാക്സ്. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല, ഞാൻ വരാമെന്ന് പറഞ്ഞു. പനിയായിട്ട് ഞാൻ പോയി. ഞാൻ പറഞ്ഞേ, നമ്മൾ പനി വന്ന പനി തോൽപ്പിക്കണം, വീണ് പോയാൽ കൊണ്ട് കിടത്തണം. അതൊക്കെ കാര്യം ശരി തന്നെ. വീണ് പോവാതെ നോക്കാൻ കുറെയൊക്കെ ഞാൻ പോയി അഭിനയിച്ചു. ആ ക്ലൈമാക്സോടുകൂടി പടം തീരുക. ഞാനായിട്ട് ഡിലേ ആക്കണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ശരിക്കും ആ പടത്തിന്റെ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ശരിക്കും ആ സിനിമയില് സലീമേട്ടൻ മറ്റേ ഇവര് രണ്ടുപേരും ശരിക്കും മുംബൈയിൽ നിന്ന് ഒരു കാറ് പുറപ്പെടുന്നു, പിന്നെ നടന്നത് ചരിത്രം എന്ന് പറഞ്ഞിട്ട് പല ട്രോൾ ഇപ്പോഴും. അതിപ്പോഴും ഏത് സീൻ ഇട്ടാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വരുന്ന പടം പോലെ ആയിരിക്കും ആ ഒരു സീനൊക്കെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. എൻ്റെ ആ ഒരു ഡയലോഗും എൻ്റെ നീലാംബരി എന്നുള്ള പേരും അവർക്കറിയാം. അല്ല, ഞാൻ വെറുതെ ചെയ്ത പടമാണ്. ആ ബിജു, ഒരു സന്യാസിയുടെ പേര് ധർമ്മജൻ എഴുതില്ലേ, ബിജു ഇങ്ങനെ ഒരു പേരുണ്ടാവുമെന്ന് ചോദിക്കുന്നില്ല. അത് എത്രയോ പേര് കണ്ടതാ സീൻ. ഞാൻ ചോദിക്കും, ബിജു തിരുമേനി എന്നുള്ള പേരുണ്ടാവുമോ? ഇങ്ങനെ ആർക്കാ പേരിടുക?
അതൊക്കെ ദിലീപേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞ് ചെന്ന് അഭിനയിച്ച സീനുകളാണ്. ഒരു സീനുകൾ എനിക്കത് മതിയെന്നേ. കാരണം എന്താ പറയുക, ഒരു സഹനടിക്ക് എത്ര പടം പണി ചെയ്യാം, പടം പൊളിഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നായിക്കൊന്നുമില്ലല്ലോ, ഞാൻ ആ വഴി കൂടെ പോയിട്ടുണ്ടാവും. എന്തായാലും താങ്ക് യു. എന്തായാലും ഇപ്പൊ നമ്മളിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ സംസാരം ഒരുപാട് സംസാരിച്ചു. പക്ഷെ അതെന്താന്ന് വെച്ചാൽ കണക്റ്റഡ് ആവാൻ കാരണം സൂപ്പർ ജെമിനി എന്ന് പറഞ്ഞ പടം ഈ ലഹരി സംബന്ധമായ അതാണ് നമ്മൾ അതിലോട്ടൊക്കെ വന്നത്. എന്തായാലും മീനാക്ഷി അഭിനയിക്കുന്ന ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടർ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രൊഡ്യൂസറെ കാണാൻ ചെല്ലുമ്പോൾ സാർ നമസ്കാരം ഇങ്ങനെ പറഞ്ഞാണ് ആ പ്രൊഡ്യൂസർ പാവം സിനിമ ഫീൽഡിലേക്ക് വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് അതേ നാളെ പൈസ ഇത്ര വീട്ടിൽ പടം നടക്കില്ല കേട്ടാ, ഷെഡ്യൂൾ പാക്കപ്പാണ്, അത് കഴിഞ്ഞു. പിന്നെ അയാൾ പറയും സാർ പൈസ ഇല്ല സാർ വേറെ പണി നോക്കി, ഇങ്ങനെ പറഞ്ഞായിരിക്കും ഓരോ പ്രൊഡ്യൂസർ കയറി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന ഒരു പ്രൊഡ്യൂസറുടെ പടം ഇതാണ്. അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പല ഷെഡ്യൂളായിട്ട് ഈ പടം എടുത്തിരിക്കുന്നത്. അത് നല്ല പടം ആയതുകൊണ്ടാണ് അദ്ദേഹം ആ പൈസ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും മനു എന്ന് പറഞ്ഞ പുള്ളി ഒരു പടം ചെയ്തിട്ടുണ്ട്. ആ ഡയറക്ടറും മീനാക്ഷി ഞങ്ങളൊക്കെ കൂടി ഈ ഒരു ചെറിയ പടം നല്ലൊരു വലിയ പടം പോലെ ആക്കി വിജയിപ്പിക്കേണ്ടത് നമ്മൾ നല്ലവരായ പ്രേക്ഷകരാണ്, പ്രത്യേകിച്ച് നിങ്ങളും. എനിക്ക് മീഡിയാസിനെ ഞാൻ എപ്പോഴും താങ്ക്സ് പറയാറുണ്ട്. കാരണം നിങ്ങളും കൂടെ ചേർന്നാലേ ഈ സംഭവം ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യം കൊടുക്കണേ നിങ്ങൾക്ക് കൊണ്ടേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്കല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും എൻ്റെ സൂപ്പർ ജെനിക്കും എല്ലാവിധ ആശംസകളും പ്രേക്ഷകർ തരിക, ഞങ്ങളെ വിജയിപ്പിക്കുക. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ചെറിയ സിനിമയിൽ വലിയൊരു മെസ്സേജാണ് നമ്മുടെ നാട്ടിലേക്ക് എത്താൻ പോകുന്നത്. ഇത്രയും പെട്ടെന്ന് സിനിമ വളരെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവരും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവും. താങ്ക് യു ചേച്ചി. താങ്ക് യു.